ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാമെന്നതാ. സുരേഷ് ഗോപി പുലിപ്പല്ലുമാല ധരിച്ചത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പരാതിക്കാരൻ മുഹമ്മദ് ഹാഷിം. ഇത് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണം. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. എന്താണ് ഈ കേൾക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പുലിപ്പല്ലാണ് ഇപ്പോൾ കേസായി കുരുക്കായി മാറിയിരിക്കുന്നതും ഇതിന്റെ പേരിലാണ് വേടൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. കുഴി മാന്താന പരിപാടി. കുഴി മാന്തിയിട്ടുണ്ട്, ചാവാണ്ടിരിക്കാനും കൊല്ലാനും ട്രഞ്ച്. യഥാർത്ഥത്തിലുള്ളൊരു പുലിപ്പല്ലാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. അങ്ങനെ ചോദിക്കാൻ പറഞ്ഞുതരാം. ഒരു പുലിപ്പല്ല് വേടന്റെ മാലയിൽ കാണാം. ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് 2 പുലിപ്പല്ലുകളാണ്. പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയില്ല, ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ? ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണ്. അതിൽ ഒരു ചുവന്ന വൃത്തത്തിനുള്ളിൽ അവൾ തന്റെ തല അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ്, വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ 2 യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവും. നമുക്കറിയില്ല. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ വരില്ലേ? അപ്പൊ ഇത് ഇത് ഒന്നുകിൽ പുലിപ്പല്ല, അതല്ലെങ്കിൽ പുലിനഖം. ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. അത് വ്യക്തമാക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ്. എന്റെ ഓർക്കം പോയി. യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത് ഡ്യൂപ്ലിക്കേറ്റ് പുലിനഖമോ ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് സുരേഷ് ഗോപി വ്യക്തമാക്കിയാൽ മതി. എനിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടേത് മാത്രമല്ല, നടൻ ജയറാം, ബിഗ് ബോസ് വിജയ് അഖിൽ മാരാർ, വ്ലോഗർ മുകേഷ് നായർ തുടങ്ങി നിരവധി പേരുടെ കഴുത്തിലുള്ള പുലിപ്പല്ലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയായിരിക്കണം. നിയമം മനുഷ്യർ എത്രമേൽ വ്യത്യസ്തമായിരുന്നാലും നിയമം അവർക്ക് മേലിൽ തന്നെയായിരിക്കണം. കുഴപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സാർ. കൈക്കൂലി ചോളമാതിരി എണ്ണി മേടിച്ചോണ്ട് അഴിച്ചു വിട്ടിരിക്കല്ലേ ഉമാരെല്ലാം. അപ്പൊ വിശ്വാസമല്ലേ? വേണ്ട, കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. അപ്പോ ഞാനങ്ങോട്ട് ബൈ ബൈ.